ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ ആനക്കോട്ടയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കാണാൻ വന്നിട്ടുള്ളത് ചാവക്കാട് ഫാം വില്ലേജിലേക്കാണ്. ഇവിടെ നിറച്ച് ബേർഡ്സും ആനിമൽസൊക്കെ ഉണ്ട്. നമുക്കിവിടെ ആനിമൽസിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള അവർ നമുക്ക് അതിനുള്ള ഇലയും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വെൽക്കം ചെയ്യാനായിട്ട് വന്നത് ഒരു ക്യാമലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ക്യാമലിന് ഇലയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു വൈറ്റ് ഹോഴ്സിനെ ആയിരുന്നു കേട്ടോ. അത് വെള്ളം കുടിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ആടിനെ കണ്ടു, നല്ല പിരിയം കൊമ്പൊക്കെ ആയിട്ടുള്ളൊരാട്. അത് കഴിഞ്ഞിട്ട് പിന്നെ താറാവ്, അങ്ങനെ കുറച്ച് ബേർഡ്സിനെയൊക്കെ കണ്ടു ഞങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഡോങ്കീനെ കണ്ടു, പിന്നെ ഒരു ബുള്ളിനെ കണ്ടു. അങ്ങനെ അതിനൊക്കെ ഞങ്ങൾ തൊട്ട് നോക്കിയിട്ട് അത് നമ്മൾ അറ്റാക്ക് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യണില്ല. അവരൊക്കെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഹോഴ്സ് വെള്ളം കുടിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ കാണാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും എല്ലാവരും ഒന്ന് പതുക്കെ തൊട്ടു. പിന്നെ എൻ്റെ അമ്മയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് തൊട്ടൊക്കെ നോക്കിയിട്ടാണ്. വലിയ കുഴപ്പമൊന്നുമില്ല ആൾ. അപ്പോൾ അമ്മ ഹോൾസിൻ്റെ പറയുന്നുണ്ട് കയ്യിലൊന്നുമില്ല കഴിക്കാനായിട്ട് എന്ന്. അപ്പോൾ ഹോൾസിൻ്റെ അത് മനസ്സിലായി എന്ന് എനിക്ക് തോന്നണത്. ആൾ പതുക്കെ അങ്ങോട്ട് നടന്നു നീങ്ങി അത് കേട്ടപ്പോൾ. അപ്പോൾ ആൾ നല്ല സ്റ്റൈലായിട്ടാണ് നടക്കുന്നത്. നല്ല വൈറ്റ് ഹോൾസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കിവിടെ ഹോഴ്സ് റൈഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കാണാം, അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫാം വില്ലയുടെ ചെറിയൊരു ബോർഡൊക്കെ വെച്ച് കൊടുത്ത് നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4 കൊമ്പുള്ള ഒരു ആടിനെ കണ്ടു. ആടല്ല തോന്നുന്നുണ്ട് ഇത്, നമ്മൾ ഷീപ്പ് ചെമ്പരിയാടാന്ന് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്. നിറച്ച് രോമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുമ്മ. അപ്പോൾ 4 കൊമ്പ് അതിനുണ്ട്. അപ്പോൾ അതൊരു വ്യത്യസ്തമായൊരു ഇതായിട്ട് തോന്നിയിട്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തേട്ടാ. അത് കഴിഞ്ഞിട്ട് ജോൺ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിന് പോപ്കോൺ ആണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ പോപ്കോൺ കൊടുത്തു. അപ്പോൾ പോപ്കോൺ കഴിച്ചു. ഞങ്ങൾ പോയത് ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ് വരികയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല നമുക്ക്, കാരണം തിരക്ക് കൂടുതലുള്ള സമയമല്ലേ. അപ്പോൾ വേഗം കണ്ടുപോകാനൊക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് റാബിറ്റ്സിനൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ റാബിറ്റ്സിനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. വെളുത്ത റാബിറ്റ്, ബ്രൗൺ കളറുള്ള റാബിറ്റ്, ബ്ലാക്ക് കളറുള്ള റാബിറ്റുകൾ, പിന്നെ വേറെ വേറെ കൺട്രീസുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള റാബിറ്റുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നേരം പോകണത് അറിയില്ല. കാരണം നമുക്ക് മൃഗങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ കണ്ട് നിൽക്കാനായിട്ട് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇവരൊന്നും നമ്മൾ അഴിച്ചു വിടുകയൊന്നും ചെയ്യണമൊന്നുമില്ല. ഇവരൊന്നും നമുക്ക് ഫീഡ് ചെയ്യാനും പറ്റില്ല. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു കേജാണ് കേട്ടോ. അത് മോൾ ഭാഗം ഓപ്പൺ ആയിട്ടുള്ളൊരു കേജാണ്. അപ്പം നമുക്ക് ഫോട്ടോയിലൊക്കെ കാണാനും ഒക്കെ നല്ല ഭംഗി പിന്നെ അതുപോലെ യൂറോപ്പ് കൺട്രീസിൽ നിന്നുള്ള മൃഗങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമേരിക്ക, ഓസ്ട്രേലിയ, അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളും അതുപോലെ തന്നെ റാബിറ്റ്സ്, അങ്ങനത്തെ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ബേർഡ്സുകൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സർവൈവ് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. കാരണം അതൊക്കെ നല്ല കോൾഡ് കൺട്രീസാണ്. അപ്പം അവരെങ്ങനെയാണ് നമ്മുടെ ചൂടിനൊക്കെ അതിജീവിക്കുന്നത്? നമുക്ക് തന്നെ ചൂട് താങ്ങാൻ പറ്റണില്ല. എന്നാലും അവരത് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അവർ സന്തോഷമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അവർക്ക് നല്ല നല്ല ഫുഡുകളൊക്കെ ആയിട്ടോ കൊടുക്കണേ. നല്ല ചിക്കൻ വേവിച്ചത്, അങ്ങനത്തെയൊക്കെയുള്ള ഫുഡുകളാണ്. ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നിട്ടുള്ള ക്യാറ്റ്സുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് അങ്ങനത്തെ തരം ഫുഡുകളാണ് കേട്ടോ. അപ്പോൾ പൂച്ചേനെയൊക്കെ പുറത്തിറക്കി കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് രോമങ്ങളൊന്നും ഇല്ലാത്തൊരു പൂച്ച. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പൂച്ചേനെ കണ്ടിട്ടില്ല. അപ്പോൾ അതെനിക്ക് വളരെയധികം ഒരു ഇതായിട്ട് തോന്നി. അപ്പം ഞാനതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് അടുത്ത് ചെന്നപ്പോഴേക്കും ആളതിനെ പിടിച്ച് വേഗം കൂട്ടിലേക്ക് ഇട്ടു. ആൾ ഇത്തിരി കുറുമ്പനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വേഗം അതിനെ കൂട്ടിലേക്ക് ഇട്ടിട്ട് വേഗം ഫുഡൊക്കെ കൊടുത്തു, വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ അതിനെ കൂട്ടിലേക്ക് കയറ്റി. അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പൂച്ചേനെ ഇറക്കി വിട്ടു. അതിന് മുഖം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പൂച്ചയായിട്ട് ഇത്തിരി പരന്നിട്ട് ഉള്ളൊരു മുഖമായിരുന്നു അതിൻ്റെ. ആളിങ്ങനെ അതിൻ്റെ കൂട്ടുകാരനാന്ന് തോന്നുന്നുണ്ട് അടുത്തുള്ള കൂട്ടിൽ കിടക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടാനും പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആ പൂച്ച. പക്ഷെ എന്നാലും ഈ പൂച്ച അതൊന്നും കെയർ ചെയ്യണില്ല.
അവിടെ അപ്പുറത്തെ കൂട്ടിൽ കിടക്കുന്ന പൂച്ചേനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂച്ചകളെ കുറച്ച് നേരമൊക്കെ ഇറക്കി വിട്ടു. അപ്പോൾ നമ്മുടെ അടുത്തേക്കൊന്നും അവർ വരുന്നില്ല. അവർ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് മാത്രമേ ഇത് വരുന്നുള്ളൂ കേട്ടോ. അത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് അവർ കുറച്ച് നേരം എടുത്ത് പിടിച്ച് കാട്ടി തന്നു. പിന്നെ കുറേ പൂച്ചകളൊക്കെ നല്ല ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങണവരൊന്നും ഞാൻ ശല്യം ചെയ്തില്ല, അവിടെ കിടന്ന് ഉറങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഏകദേശം നമ്മളൊരു കുരങ്ങിൻ്റെ ഒക്കെ പോലെയുള്ളൊരു ജീവിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ചെറിയൊരു ജീവിയാണ് കേട്ടോ. ഇത് നമ്മൾ ഈ മൊബൈലിൽ സൂം ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇത്തിരി വലിപ്പം തോന്നിക്കുന്നത്. വളരെ ചെറിയൊരു ജീവിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആളും ഫുഡ് അടിക്കുന്നതിൻ്റെ നല്ല തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കണ്ടത് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു കിളിയായിരുന്നു. അപ്പം ഇതിനെ ഞങ്ങളുടെ വീട്ടിലൊരു 4-5 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വളർത്തിയിരുന്ന ഒരു കിളിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ ഈ കിളീനെ. ഇതിങ്ങനെ ഇടയ്ക്ക് ഇതിൻ്റെ കളറും അതിൻ്റെ നോട്ടവും അതിൻ്റെ കണ്ണും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ല മാങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ഒരു കളർ വരുന്നത്. പിന്നെ അടുത്തത് കണ്ടത് ഇത് ഏകദേശം നമ്മുടെ ഓന്തിൻ്റെ ഒക്കെ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടത് ഒരു മെക്സിക്കൻ കിങ് സ്നേക്കിനെയാണ് കണ്ടത്. ആൾ വെള്ളത്തിലാണ് ഫുൾ ടൈം. ബ്ലാക്ക് കളറിലാണ് ആൾ ഇരിക്കുന്നത്. അപ്പോൾ ആളൊന്നും ഞങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് തന്നില്ല. പക്ഷേ ഒരാളെ അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തോട്ടെ. അതിനെ ഞങ്ങൾ കയ്യിലൊക്കെ പിടിച്ചു, കഴുത്തിലൊക്കെ ഇട്ടു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ആളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയണതനുസരിച്ചിട്ട് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾ വേഗം ഞങ്ങളുടെ കഴുത്തിൽ നിന്ന് ഊരി വേഗം മാറ്റി ഇട്ട് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും മിക്ക പേരും കഴുത്തിലൊക്കെ ഇട്ട് കുറേ സെൽഫീസും ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നമുക്ക് പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയുള്ളൊരു ഇതാണല്ലോ. അപ്പം നമുക്കൊരു അവസരം കിട്ടി, പാമ്പിനെ കഴുത്തിലിടാൻ എന്നൊക്കെ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും അത് ശരിക്കും ഉപയോഗിച്ചു. ആണുങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ സൈഡിലുള്ള കുട്ടികളും എല്ലാവരും കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാമ്പ് അവർ വളർത്തുന്ന പാമ്പ് തന്നെയാണ് കേട്ടത്. ഇതിന് വിഷമൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് കിടക്കും, നമ്മളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല ഈ പാമ്പ്. അടുത്ത് പിന്നെ നമ്മൾ കണ്ടത് തവളകളാണ്. അതും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന തവളകളാണ്. പിന്നെ ഓന്ത്, അതും നമ്മുടെ ഇവിടുത്തെ ഓന്തുകളൊന്നല്ല, ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഓന്തുകളൊക്കെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലുള്ള ഈ ക്ലൈമറ്റിൽ ഇവർ ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. കാരണം ഇവർക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നും പ്രൊവൈഡ് ചെയ്യണില്ല. അവർക്ക് വളരെ ഹാപ്പിയായി അവരവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓന്തിനെയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും വളരെയധികം ഹാപ്പിയായി. കാരണം ഈ പാമ്പ്, ഓന്ത്, പിന്നെ അതുപോലെ തന്നെ വലിയൊരു തരം ഒരു ജീവിനെ കണ്ടു കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനവർ എടുക്കാനൊന്നും തന്നില്ല, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടൊന്ന് ഞങ്ങൾക്ക് തുറന്നു വെച്ച് തന്നു. അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു അതിങ്ങനെ പുറത്തേക്ക് ചാടുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു ഇല്ല, ഇണക്കുള്ളതാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ തൊട്ടിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു തരം എലി, ഇതൊരു എലി എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ പറയണോണ്ട് ആരൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇതൊരു ഏകദേശം എലീനെ പോലെ ഒരു കുഞ്ഞൻ എലിയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല വെളുത്തിരിക്കുന്ന ഒരു തരം റാറ്റാണ് കേട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു ബേഡ്സിനെയായിരുന്നു. ബേഡ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല മഞ്ഞ, പച്ച, ബ്ലൂ, റെഡ്, അങ്ങനെ ഏറെക്കുറെ എല്ലാ കളറിലുള്ള ബേഡ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ ബേഡ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നെ കുറേ പ്രാവുകളൊക്കെ കണ്ടു. ഈ പ്രാവും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ മുട്ടയിട്ട് വിരിഞ്ഞു കുട്ടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു തരം പ്രാവാണ് കേട്ടത്. വളരെ ചെറുതാണ്. നമ്മൾ ക്യാമറയിൽ ഇത്തിരി വലുതായിട്ട് കാണിക്കണമെന്നുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണ നോർമൽ പ്രാവുകളേക്കാളും വളരെ ചെറിയ പ്രാവുകളാണ് കേട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ പ്രാവുകൾ തന്നെ മയിൽപ്രാവുകൾ, അങ്ങനെ പലതരം പ്രാവുകൾ, പല കളറിലുള്ള പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഗ്രേ കളറ്, പിന്നെ ബ്രൗൺ കളറ്, വൈറ്റ് കളറ്, പിന്നെ അങ്ങനെ പല കളറുകൾ തരത്തിലുള്ള പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കുറേയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ആനിമൽസുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുവരെ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും സൂവിലൊന്നും
ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനത്തെ തരത്തിലുള്ള കിളികളെയോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആനിമൽസിനൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ പാരറ്റ്, മയിൽ, പീക്കോക്ക്, അങ്ങനെ ഹെൻ, ഇതൊക്കെ നമ്മൾ സൂവിൽ കാണാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ റെയർ വെറൈറ്റി ഓഫ് ആനിമൽസാണ്. നമ്മളങ്ങനെ പെട്ടെന്ന് നമുക്ക് കാണാനൊന്നും കിട്ടാറില്ല ഇത്രയും വെറൈറ്റികൾ വരുന്ന ആനിമൽസ്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രാവുകളാണെങ്കിലും പലതരം പ്രാവുകൾ, പൂടയുള്ളത് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോഴികളാണെങ്കിലും അതും പലതരം കോഴികൾ. അപ്പോൾ നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് ഡിസൈനുകളും ഒക്കെയുള്ള കോഴികൾ, ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന കോഴികളാണ് കേട്ടോ. ഇത് നമുക്ക് കാണാൻ തന്നെ അവരെ ഒരുക്കി തന്നതിന് വലിയൊരു താങ്ക് യു പറയണം. കാരണം ഇത്രയും നല്ല വൈഡ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതും നല്ല കെയർ കൊടുക്കുന്നുണ്ട്. ഓരോ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെ അടുത്തും ആൾക്കാരുണ്ട്. അവറ്റയ്ക്ക് ഫുഡ് കൊടുക്കാനും വെള്ളം കൊടുക്കാനും ഒക്കെ ആയിട്ട് അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ കടിക്കണവരും കൊത്തണവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയും കൂടുമ്പോൾ തൊടരുത് എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ബേർഡ്സിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് സ്പീഡിലെടുത്തു, കാരണം ഉച്ച സമയമായിപ്പോൾ ചെറുതായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് വേഗം വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നിട്ട് ബേർഡ്സിനൊക്കെ കയ്യിൽ തൊടാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ബേർഡ്സിനൊക്കെ കയ്യിലെടുത്തു. ബേർഡ്സുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് വില കൂടിയ ബേർഡ്സുകളും പാരറ്റ്സ് ആണെങ്കിലും തത്തമ്മകളാണെങ്കിലും എല്ലാം നല്ല ഇമ്പോർട്ട് ചെയ്ത് വരുന്ന നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബേർഡ്സുകളായിരുന്നു കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു അതിശയമായിട്ട് തന്നെ തോന്നിയിട്ടാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് ഒരു അണ്ണാനാണ് കേട്ടത്. വെളുത്തിട്ടിരിക്കുന്ന ഒരു തരം അണ്ണാനാണ്. ഇതിൻ്റെ പേര് അവരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ ഞാൻ ക്യാമറ ആയിട്ട് ചെല്ലുമ്പോഴേക്കും എല്ലാ ബേർഡ്സും ഓടിപ്പോവാണ്. അവറ്റന്നെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരേണ്ടതാണോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആൾ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ ആയിട്ട് വരുന്ന കണ്ടപ്പോൾ ആ വെളുത്ത അണ്ണൻ വേഗം ഓടിപ്പോയി. ആൾ മൈൻഡാക്കിയില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന സമയത്ത് ഓസ്ട്രിച്ചിനൊക്കെ കണ്ടു. പിന്നെ കുറച്ച് ബേർഡ്സൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരൊന്നും ശല്യം ചെയ്തില്ല. അവരവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അവർക്ക് അവരുടേതായ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് മെയിനായിട്ടും പ്രത്യേക ഫുഡുകളാണ്. ഇപ്പോൾ ക്യാറ്റിനാണെങ്കിലും ഇപ്പോൾ അവർ കൊടുക്കുന്നത് ചിക്കൻ വേവിച്ചിട്ടൊക്കെ, അതുപോലെ ബേർഡ്സിനാണെങ്കിൽ ചോളം, അങ്ങനെ പ്രത്യേക ഫുഡുകളാണ് ഓരോ ആനിമൽസിനും ബേർഡ്സിനും കൊടുക്കുന്നത്. അപ്പോൾ നല്ല കെയർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത്രയും നല്ല എനർജറ്റിക് ആയിട്ടും ആനിമൽസും ബേർഡ്സൊക്കെ ഇരിക്കണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ബേർഡ്സിന് ഫീഡ് ചെയ്തു. ഞങ്ങൾ തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പും അറിയാണ്ടൊന്ന് തൊട്ടുപോയി. അപ്പോൾ അതിലെന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവറ്റങ്ങൾ പേടിച്ചിട്ട് എല്ലാം കൂടിയും ഒരു സൈഡിലേക്ക് പറന്നുപോയി. അതുകൊണ്ട് ഞാൻ കയറിയപ്പോൾ എനിക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിന് പറ്റിയില്ല. കാരണം കൊമ്പുമ്പോൾ തൊടാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അത് പെട്ടെന്ന് നീങ്ങണ സമയത്ത് പെട്ടെന്ന് ഷോൾഡർ കൊമ്പുമ്പോൾ കൊണ്ട് ആരുടെയോ ഒരാളുടെ ഷോൾഡർ. അപ്പോൾ കിളികളൊക്കെ പേടിച്ചിട്ട് കൊമ്പുമ്പോൾ ഉണ്ടായിരുന്ന കിളികൾ മൊത്തം കൂടിൻ്റെ മുകളിൽ പോയി നിന്നു അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം അവരവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇറങ്ങണ വരെയും അവർ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ തീറ്റയൊക്കെ അവിടെ ഇരുന്നിട്ടാണെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. വിശപ്പുണ്ടായിരുന്നു കുറച്ച് പേർക്കൊക്കെ. അങ്ങനെ ഞങ്ങൾ എടുത്ത കുറച്ച് സെൽഫീസാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ബേർഡ്സിനെയും കണ്ടു. ബേർഡ്സുകളാണെങ്കിൽ പലതരം കളറിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിതുവരെ ഇങ്ങനത്തരം ബേർഡ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു വെറൈറ്റി ഓഫ് ബേർഡ്സാണ്. ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ടൈപ്പ് ബേർഡ്സുകളാണ് കേട്ടോ. നമ്മൾ പോയി തന്നെ കാണണം. നല്ല അടിപൊളി ബേർഡ്സും ആനിമൽസ് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇവിടെ കാണണതല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എങ്ങനെയാണ് ഇവർക്കുള്ള ഫുഡ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നും നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷനാകും. കാരണം ഓരോ ബേർഡ്സിനാണെങ്കിലും ഓരോ ആനിമൽസിനാണെങ്കിലും സെപ്പറേറ്റ് ഫുഡുകളാണ് ഇവർ കഴിക്കണതൊക്കെ. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണ കണ്ടു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ചിക്കൻ വേവിച്ച് കൊടുക്കണ കണ്ടു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കോൺ പൊടിച്ച് കൊടുക്കണ കണ്ടു.
ഓരോ ആനിമൽസിനും ബേർഡ്സിനും സെപ്പറേറ്റ് ഫുഡുകളും അതുപോലെ വെള്ളം ഒക്കെ കെയർ കൊടുക്കുന്നുണ്ട്. ഇവർ നല്ല കെയർ കൊടുക്കുന്നുണ്ട് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മളവിടെ കാണുന്ന ബേർഡ്സുകളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ബേർഡ്സുകളാണ്. പിന്നെ കോഴികളാണെങ്കിലും ഏത് തരം ബേർഡ്സ് എടുത്താലും നമ്മുടെ നാട്ടിൽ കാണാത്ത ടൈപ്പ് ബേർഡ്സുകളാണ് നമുക്കവിടെ ചെന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ താറാവ്, ഈ താറാവിൻ്റെ മോൾ ഭാഗത്തായിട്ടൊരു ഉണ്ട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് അതെങ്ങനെയാണ് സംഭവം എന്ന് എനിക്ക് പിടികിട്ടിയില്ല. അപ്പോൾ അതിങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരും വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം ഏകദേശം ഒരു 2 മണിയായിട്ട് സമയം. അപ്പോഴേക്കും ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഞങ്ങളങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. എല്ലാവരും ഓരോ ജ്യൂസും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഫാം വില്ലയിൽ ഒരാൾക്ക് വരുന്ന ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150 റുപ്പീസാണ്. എന്തായാലും വെറുത്താണ്. ഒത്തിരി ആനിമൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ. ഇനി അടുത്തായിട്ട് ഞങ്ങൾ കാണാൻ പോണത് വൈമാളും അതുപോലെ തന്നെ സ്നേഹതീരം ബീച്ചുമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.